വളരെ മനോഹരമായ പൂക്കൾ കൊണ്ട് പ്രശസ്തമായ ഒരു അലങ്കാര സസ്യം തന്നെയാണ് ഈ ശ്രിമ്പ് പ്ലാന്റ് അഥവാ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ലോലിപോപ്പ് പ്ലാന്റ്. ഈ പ്ലാന്റിന് ശ്രിമ്പ് എന്ന പേര് ലഭിച്ചിരിക്കുന്നത് ചെമ്മീൻ്റെ ആകൃതിയോട് സാമ്യമുള്ള പൂക്കളായതുകൊണ്ടാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് ജസ്റ്റീഷ്യ ബ്രാൻഡഗീന എന്നാണ്. മെക്സിക്കോ സ്വദേശിയായ ഈ ഒരു പ്ലാന്റിൻ്റെ 3 നിറങ്ങളാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നോർമലി നമ്മളടുത്ത് യെല്ലോ കളറിലുള്ള ശ്രിമ്പ് പ്ലാന്റ് അഥവാ ലോലിപോപ്പ് പ്ലാന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു ലൈറ്റ് യെല്ലോ, ഒരു ഗ്രീൻ ഷെയ്ഡോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും പിന്നെ റെഡ് കളറ്, പിന്നെ നോർമലി നമ്മൾ കാണുന്ന യെല്ലോ ഷെയ്ഡിൻ്റെ പൂക്കൾ മുകളിലേക്കാണെങ്കിൽ ഈ റെഡിൻ്റെയും അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോ ഫ്ലവറിൻ്റെയും പൂക്കൾ താഴേക്കാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഇതുപോലെ പോട്ടിലും അതുപോലെ നമുക്ക് നിലത്ത് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ശ്രിമ്പ് പ്ലാന്റ്. ചെറിയ കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റ്സിൽ മിക്കവാറും പൂക്കളോ മൊട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുമുണ്ട്. ഹാങ്ങിങ് പോട്ടിൽ വളർത്താണെങ്കിലും ഭംഗിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് അലങ്കരിച്ച് നമുക്കൊരു ബാൽക്കണിയിലായാലും അതുപോലെ സിറ്റ് ഔട്ടിൽ ചെറിയ ഷെയ്ഡിലും വളർത്താൻ പറ്റിയൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണിത്. ഡയറക്റ്റ് സൺലൈറ്റിൽ മാത്രമല്ല ചെറിയ ഷെയ്ഡിലും വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. പോട്ടി മിക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് നമ്മളെല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും കൊടുക്കുന്ന രീതിയിലുള്ളൊരു പോട്ടി മിക്സ് മതി. മണ്ണ്, ചാണകപ്പൊടി, ലീഫ് മോൾഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഇനി അതല്ല നിങ്ങൾക്ക് ലീഫ് മോൾഡ് കിട്ടാൻ ബുദ്ധിമുട്ടുവാണെങ്കിൽ കരിയിലൊക്കെ പൊടിച്ച് ചേർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കമ്പോസ്റ്റ് വളങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അതല്ലെങ്കിൽ അല്പം ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഈ കരിയില പൊടിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഈ ചകിരിച്ചോറൊക്കെ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോട്ടി മിക്സിൽ നിന്ന് നനവ് വാർന്നു പോയിട്ട് ഡ്രൈ ആയി പോവില്ല. അതുകൊണ്ട് നമ്മൾ നനവ് നോക്കിയിട്ട് അതിനനുസരിച്ച് വീണ്ടും നനവ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ ഓൺലൈനായി ലഭിക്കുന്ന സമയത്ത് നിങ്ങളൊരു 2 ആഴ്ചയെങ്കിലും ചെറിയ ഷെയ്ഡിൽ വെച്ചതിന് ശേഷം മാത്രം ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റി വെച്ചാൽ മതി. പ്ലാന്റ്സ് കിട്ടുമ്പോൾ കവറിൽ അല്പം മണ്ണോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ കിട്ടുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾ അതിലേക്ക് തന്നെ ഒരല്പം പോട്ടി മിക്സ് ഇട്ട് 2-3 ആഴ്ച അല്ലെങ്കിൽ 1 മാസമൊക്കെ വെച്ചതിന് ശേഷം റീപോർട്ട് ചെയ്ത് പുതിയ മണ്ണിലേക്ക് നട്ടാൽ മതിയാകും. അങ്ങനെ ആവുമ്പോൾ അവയുടെ വേരുകൾക്ക് പെട്ടെന്ന് ഇളക്കം സംഭവിക്കുകയില്ല. നിങ്ങളുടെ ആ ഒരു ക്ലൈമറ്റിനോട് യോജിച്ച ശേഷമാകുമ്പോൾ പ്ലാന്റിന് പെട്ടെന്ന് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. 3 പ്ലാന്റ്സിന് 245 രൂപയാണ് കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടെ അയച്ചു തരുന്ന പ്രൈസ് വരുന്നത്. ഈ ഒരു ലോലിപോപ്പ് പ്ലാന്റിൻ്റെ കോംബോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. വാട്സപ്പ് നമ്പറിൽ ചേഞ്ച് ഉണ്ട്, അതുകൊണ്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ തന്നെ കഴിവതും മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.